കോഴിക്കോട് ചെറുവണ്ണൂരിൽ കാർ കത്തി ഗർഭിണിയായ യുവതി പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് സോനയുടെ ബന്ധുക്കൾ. സോനയ്ക്ക് ഭർത്തൃവീട്ടിൽ വിഷമതകൾ ഉണ്ടായിരുന്നുവെന്നും ഭർത്താവ് രജിൻലാലിന് സോനയെ സംശയമായിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. ആസൂത്രിതമായ കൊലപാതകമാണോ എന്നും കൃത്യമായ അന്വേഷണം വേണമെന്നുമാണ് കുടുംബം പറയുന്നത്. അവന് സംശയങ്ങളൊക്കെ ഉണ്ട്. DNA ടെസ്റ്റൊക്കെ വേണമെന്ന് പറഞ്ഞായിരുന്നു അവളോട്. അത് കൂടുതലൊക്കെ അവൾക്ക് കൂടുതൽ വിഷമങ്ങൾ വന്നിട്ടുണ്ട്. നല്ലൊരു വിഷമം കൂടുതൽ അനുഭവിക്കുന്നുണ്ട്. പിന്നെ അതിനെ സാധാരണ ഒരു ഭാര്യയും ഭർത്താവും ഇതിലല്ല അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഗർഭിണിയായിരുന്ന സോനയെ ആശുപത്രിയിൽ കാണിച്ച് തിരിച്ചു വരുന്നതിനിടെയാണ് കാറ് കത്തി അപകടമുണ്ടാകുന്നത്. അതും വീടെത്തുന്നതിന് തൊട്ടു മുൻപ്. ഈ കാറ് കത്തിയ ഉടൻ തന്നെ ഭർത്താവ് രജിൻലാല് കാറിൽ നിന്നും ചാടി പുറത്തിറങ്ങി. സോനയെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. 3 വർഷം മുൻപാണ് സോന രജിൻലാലിനെ വിവാഹം കഴിക്കുന്നത്. ഇരുവരും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം പ്രണയം അവസാനിപ്പിച്ചതായി രജിൻ പ്രഖ്യാപിച്ചു. മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കാനായിരുന്നു അയാളുടെ തീരുമാനം. ഇതറിഞ്ഞതോടെ മനോവിഷമത്തിൽ അന്ന് സോന ആത്മഹത്യക്കൊരുങ്ങി. പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ പരാതിയും നൽകി. ഒടുവിൽ ആ കേസ് ഒത്തുതീർപ്പാക്കി വിവാഹവും കഴിച്ചു. അനിയൻ്റെ വിവാഹത്തോടാണ് പരിചയപ്പെടുന്നത്. ആ പരിചയം ഒരു പ്രണയത്തിലേക്ക് എത്തിയെന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവളെയും ഒഴിവാക്കി വേറൊരു വിവാഹത്തിന് ഇത് ചെയ്തു. അതായത് നിശ്ചയിച്ചു. അത് സോന അറിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് വടകര പോയി. അവിടെ നിന്നാണ് വടകര സംശയമായിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടപ്പോൾ പോലീസ് ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ മോളുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, നിങ്ങളോട് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ പോയി പറഞ്ഞ് നിങ്ങൾ പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം തന്നെ. അങ്ങനെ അവിടെയാണ് പരാതി കൊടുക്കുന്നത് എൻ്റെ പേരിൽ. കാറിൽ മറ്റൊരാൾ കൂടിയുണ്ടെന്ന് രക്ഷാപ്രവർത്തനത്തിനെത്തിയവർക്ക് ആദ്യം മനസ്സിലായില്ല. കാറിന്റെ പുറകിലെ സീറ്റിൽ കിടക്കുകയായിരുന്നു സോന. കാറിന്റെ മുകൾ ഭാഗം ദേഹത്തേക്ക് വീണ നിലയിലുമായിരുന്നു. ഇതിനാൽ അകത്തുള്ള ആളെ പുറത്തുള്ളവർക്ക് കാണാൻ കഴിഞ്ഞില്ല. ചെറുവണ്ണൂരിൽ നിന്ന് കക്കറമുക്ക് റോഡിലേക്ക് കടന്ന ഉടനെ വയൽ പ്രദേശമായ ഒതയോത്ത് താഴെ ഭാഗത്താണ് കാർ കത്തിയത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരമേ വീട്ടിലേക്കുണ്ടായിരുന്നുള്ളൂ. വലിയ സ്ഫോടന ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. ആളുകളെത്തുമ്പോൾ കാർ ആളിക്കത്തുകയായിരുന്നു. ആ സമയത്ത് കാറിൽ നിന്നും പുറത്തിറങ്ങിയ രജിൻലാൽ കൈ ഉയർത്തുന്നുണ്ടായിരുന്നു. ശരീരത്തിലെ വസ്ത്രങ്ങളിൽ പടർന്ന തീ കത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സമീപത്തെ തോട്ടിലേക്ക് ചാടി രജിൻ തന്നെ തീ കെടുത്തി. 2 പേർ മാത്രം സഞ്ചരിച്ചിരുന്ന കാറിന്റെ പുറകിലെ സീറ്റിലാണ് സോന ഉണ്ടായിരുന്നത്. തീപിടുത്തത്തിൽ കാറിന്റെ എഞ്ചിൻ ഭാഗമോ ഇന്ധന ടാങ്കോ കത്തിയിട്ടുമില്ല. അതിനാൽ അപകടത്തിൽ ചില ദുരൂഹതകൾ ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. പിന്നീട് രക്ഷാപ്രവർത്തകരോട് രജിൻലാൽ തന്നെയാണ് കാറിനുള്ളിൽ മറ്റൊരാൾ കൂടിയുണ്ടെന്ന് പറഞ്ഞത്. കാറിന്റെ പുറകിലെ 2 ഡോറും ലോക്കായിരുന്നു. ചില്ല് പൊട്ടിച്ചാണ് സോനയെ പുറത്തെടുത്തത്. അപകടത്തിൽ കാറിന്റെ ഉൾഭാഗം മാത്രമാണ് പൂർണ്ണമായി കത്തി നശിച്ചത്. എന്നാൽ ബോണറ്റിനുള്ളിലേക്ക് തീ പടർന്നിട്ടില്ല. സ്ഥലത്ത് മോട്ടോർ വാഹന വകുപ്പും ഫോറൻസിക് ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി കാറിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. കാറിൽ കത്താതെ ശേഷിച്ച തുണികൾ, ബാഗിന്റെ അവശിഷ്ടം, മൊബൈൽ ഫോൺ, കാറിലുണ്ടായിരുന്ന വെള്ളത്തിന്റെ സാമ്പിൾ തുടങ്ങിയവ പരിശോധനയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ട്. വാഹനത്തിന് ഷോർട്ട് സർക്യൂട്ട് ഒന്നല്ലല്ലോ. വാഹനം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടെങ്കിൽ അത് മുൻഭാഗത്തെ സംഭവിക്കും, ബാക്ക് ഭാഗം സംഭവിക്കില്ല. ഇത് നടുക്കുന്നാണല്ലോ, ഇരുന്ന സീറ്റിലാണ് സംഭവിച്ചിരിക്കുന്നത്. സോന ഭർത്താവിന്റെ വീട്ടിൽ സന്തോഷവതിയായിരുന്നില്ല എന്നാണ് കുടുംബം പറയുന്നത്. സോനയുടെ വീട്ടുകാരോട് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരരുതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. ഗർഭിണിയായതിനു ശേഷം മാത്രമാണ് സോന സ്വന്തം വീട്ടിലേക്ക് വരുന്നത് പോലും. അമ്മയുടെ സഹോദരിയുടെ മകളോട് ഭർത്താവുമായുള്ള ചില പ്രശ്നങ്ങൾ പങ്കുവച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ബന്ധുക്കൾക്ക് അപകടത്തിൽ ദുരൂഹതയുണ്ടെന്ന തോന്നലിന് കാരണവും. 65% പൊള്ളലേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് രജിൻലാൽ. കുടുംബം അവരുടെ സംശയങ്ങൾ പോലീസുമായി പങ്കുവച്ചിട്ടുണ്ട്. അവരുന്നയിച്ച കാര്യങ്ങൾ കൂടി പരിശോധിച്ചാകും അന്വേഷണം നടത്തുകയെന്നാണ് മേപ്പയൂർ പോലീസ് പറയുന്നത്. ഫോറൻസിക്കിൽ നിന്നും ഫലം ലഭിച്ചാൽ മാത്രമേ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.